ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. എൻ്റെ ഈശോ എന്നെ തൊട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്കൊന്ന് അനുഭവിക്കാം. ഇന്നത്തെ ദിനത്തെ മുഴുവനും ഈശോയിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. ഏതൊരു പ്രാർത്ഥനാ നിയോഗത്തോടു കൂടിയാണോ ഞാൻ ഈ വചന ശുശ്രൂഷയിലായിരിക്കും, ആ പ്രാർത്ഥനാ നിയോഗത്തെ നമുക്ക് വിട്ടുകൊടുക്കാം. ലോകം മുഴുവനിലെ സഹനത്തിലൂടെ, വേദനയിലൂടെ, രോഗാവസ്ഥയിലൂടെ, പ്രതിസന്ധികളിലൂടെ, അസ്വസ്ഥതകളിലൂടെ, പാപത്തിൻ്റെ ബന്ധനങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളിലേക്കും ഈശോയെ നിന്റെ കൃപയൊഴുക്കണമേ, അനുഗ്രഹം വർഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ കരുണയായിരിക്കണമേ, എൻ്റെ ജീവിതത്തോട്, ഞാനായിരിക്കുന്ന സാഹചര്യങ്ങളോട് കരുണയായിരിക്കണമേ നാഥ. എൻ്റെ സഹനങ്ങളോട് കരുണയായിരിക്കണമേ. ആ സഹനങ്ങൾ നേരിടുവാൻ, അതിൽ സഹനശക്തിയാൽ നിറയുവാൻ ഞങ്ങളോട് ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. സ്നേഹമുള്ളവരെ, നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് സഹനവും ദുഃഖവും ഒക്കെ, അല്ലേ? പൊതുവെ നമുക്ക് ആർക്കിനോട് താല്പര്യമൊന്നുമില്ല. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സഹനങ്ങൾ, ദുഃഖങ്ങൾ, അസ്വസ്ഥതകളൊക്കെ കടന്നു വരിക സ്വാഭാവികമാണ്. അപ്പോൾ ഇന്നത്തെ വചനം നമ്മൾ പഠിക്കുക, ഈ സഹനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നേരിടാം, അതിനെക്കുറിച്ച് വചനം വളരെ കൃത്യമായിട്ട് പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3-4 തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വചനം പറയുകയാണ്, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. നമുക്കറിയാം, നമ്മൾ വചനം ഒന്ന് എടുത്തു നോക്കിയാൽ നമ്മുടെ സുവിശേഷ ഭാഗങ്ങളിൽ ഈശോ നടത്തിയ ഓരോ അത്ഭുതങ്ങളിലൂടെ കടന്നുപോയ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലുള്ള സഹനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ സഹനത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഈശോ കടന്നു വന്ന് അവരെ അനുഗ്രഹിക്കുന്നത്, അതിൽ നിന്ന് അവരെ മാറ്റുന്നത്. നമുക്കറിയാം അന്ധൻ്റെ പ്രത്യേകത. അന്ധൻ കാഴ്ചയില്ലാതെ ഒരു ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവനിലേക്ക് കാഴ്ചയായിട്ട് ഈശോ കടന്നു വരികയാണ്. സഖ്യവൂസിനെ നോക്കിയാൽ സഖ്യവൂസിൻ്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്, പക്ഷേ സഖ്യവൂസിന് സമാധാനമില്ല. അങ്ങ് ആ ഒരു സഹനത്തിലൂടെ അവൻ കടന്നു പോകുമ്പോൾ അവൻ്റെ കുടുംബത്തിന് സമാധാനമായിട്ട് കടന്നു വന്ന് ഈശോ അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ്. തളർവാദ രോഗിയുടെ പ്രത്യേകത എന്താണ്? അവന് നടക്കാൻ പറ്റുന്നില്ല. എല്ലാവരും നടക്കുന്നതൊക്കെ കാണുമ്പോൾ അവന് വിഷമമാണ്. തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ ഈശോ എന്തെയാണ്, ആ തളർന്ന ആ സഹനാവസ്ഥയെ ഈശോ അനുഗ്രഹിക്കുക. നമുക്കറിയാം, ലാസറിൻ്റെ സഹോദരിമാർ ലാസറിൻ്റെ വേർപാടിൽ വേദനിച്ച് കഴിയുമായിരുന്നു. വേദനിച്ച് കഴിയുന്ന ആ സഹോദരിമാരുടെ അടുത്തേക്ക് ഈശോ ജീവനായിട്ട് കടന്നു ചെല്ലുകയാണ്. അത് നമുക്കറിയാം. കുഷ്ഠരോഗിയുടെ പ്രത്യേകത, കുഷ്ഠരോഗി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ശരീരമൊക്കെ ജീർണിച്ച് വേദനയേറ്റ് കഴിയുമ്പോൾ അവൻ്റെ ആ സഹനത്തിൻ്റെ അതിദാരുണമായ അവസ്ഥയിലേക്ക് ഈശോ കടന്നു ചെന്ന് ഈശോ അവന് സൗഖ്യം കൊടുക്കുകയാണ്. ഇവിടെ സ്നേഹമുള്ളവരെ, നമ്മളാരും സഹനത്തിൽ നിന്ന് ഓടി മാറേണ്ടവരല്ല. സഹനത്തെ നേരിടാണ്ട് വലിയ സഹനശക്തി, സഹനശീലത്താൽ വളർന്നു കഴിയുമ്പോഴാണ് നമ്മുടെ സഹനങ്ങളെ അനുഗ്രഹമാക്കാനായിട്ട് നമുക്ക് സാധിക്കുക. വചനം പറയുകയാണ്, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. നമ്മുടെ സഹനങ്ങളിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതിനുശേഷം മാത്രമല്ല, എന്തെന്നാൽ കഷ്ടത സഹനശീലവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോഴാണ് അത് നേരിടാനായിട്ടുള്ള വലിയ ഒരു സഹനശീലത, അത് സഹനശക്തിയൊക്കെ നമുക്ക് ലഭിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ നമ്മളിൽ സഹനശീലം വളരും. അതിലൂടെ നമുക്ക് ആത്മധൈര്യം ലഭിക്കുമെന്നാണ് പറയണേ. അതിലൂടെ നമുക്ക് ആത്മധൈര്യം ലഭിക്കുകയാണ്. ഈ സഹനശീലത്തിൽ നമ്മളിത് നേരിടാനുള്ള വലിയ ഒരു ധൈര്യം ലഭിക്കുന്നു. ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. ഈ ആത്മധൈര്യം വന്നു കഴിയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ സഹനങ്ങളുള്ളതിലും എനിക്ക് വലിയ ദൈവത്തിൽ വലിയ വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്. എൻ്റെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ സഹനത്തെ മാറ്റി എൻ്റെ ജീവിതത്തെ അനുഗ്രഹമാക്കുമെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ഇവിടെ സ്നേഹമുള്ളവരെ, ആ സഹനാവസ്ഥകളെ നമുക്ക് ദൈവത്തിലേക്കൊന്ന് സമർപ്പിക്കാം. സഹനത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ആകെ ഡിപ്രഷനിൽ പോകുമ്പോൾ അസ്വസ്ഥതയാകും, ഒറ്റപ്പെടും. അപ്പോഴൊക്കെ നമുക്ക് ഈ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3-4 വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വലിയ പ്രത്യാശ അനുഭവത്തിലേക്ക് വഴി നടത്തും. അപ്പോൾ അതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പ്രത്യേകമാമിതം ഞങ്ങളിതാ ഈ ലോകത്തെ മുഴുവൻ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. പലവിധ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ സഹോദരങ്ങളിലേക്കും ഈശോയെ നീ കടന്നു ചെന്ന് അത് സഹിക്കാനുള്ള സഹനശക്തിയാൽ അവരെ നിറയ്ക്കണമേ. ആത്മധൈര്യത്താൽ നിറച്ച് പ്രത്യാശ മനോഭാവത്തിലേക്ക് ഒരു വഴി നടത്തണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Press the bell icon on the YouTube app and never miss another update.